ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കിലെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് OSD. ഓക്കെ, ഓവർടേക്കിംഗ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ഈ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനാണിത്. ഓക്കെ, the minimum distance open to the vision of a driver. ഓക്കെ, എന്താണ്? ഒരു വണ്ടിയിൽ ഇരിക്കുന്ന ഡ്രൈവറിന് അല്ലെങ്കിൽ ഈ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇയാൾക്ക്, ഈ ഡ്രൈവറിന് എത്ര ഡിസ്റ്റൻസ് വിസിബിൾ ആണ്? ഓക്കെ, ഓഫ് എ വെഹിക്കിൾ ഇന്റൻഡിങ് ടു ഓവർടേക്ക് എ സ്ലോ വെഹിക്കിൾ. ഈ ഡ്രൈവറിന്റെ ഫ്രണ്ടിൽ പോകുന്ന വെഹിക്കിൾ എന്തായിരിക്കും? സ്ലോ വെഹിക്കിൾ ആയിരിക്കും. അവനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് ഈ ബാക്കിൽ ഇരിക്കുന്ന ഡ്രൈവറിന് വിസിബിൾ ആണ്? ഓക്കെ, overtake a slow vehicle ahead with safety against the traffic of opposite direction is known as minimum overtaking side distance or safe passing side distance. അപ്പൊ ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട്, അതിൽ ഇടിക്കാതെ എന്ത് ചെയ്യണം? ഇതിനെ ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യാൻ ഈ ഡ്രൈവറിന് എത്ര ഡിസ്റ്റൻസ് ഈ എയുടെ ഫ്രണ്ടിൽ വിസിബിൾ ആണ്? അതിനാണ് എന്ത് പറയുന്നത്? മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ്? safe passing side distance. Okay, safe passing side distance. Okay, ഇനി അടുത്ത് നോക്കിയേ, ആസ് പെർ IRC അനുസരിച്ചിട്ട് the distance measured along the center line of road with the driver with his eye level at 1.2 meter above the road surface can see the top of an object 1.2 meter above the road surface. ഓക്കെ, അപ്പൊ ഈ IRC അനുസരിച്ച് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷനിൽ എന്ത് പറഞ്ഞായിരുന്നു? 1.2 മീറ്റർ ഡ്രൈവറിന്റെ ഐയും ഒബ്സ്ട്രക്ഷൻ 0.15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷനിൽ എന്താണ് പറയുന്നത്? നമ്മുടെ റോഡിന്റെ സെന്റർ ലൈനിൽ നിന്ന് ഡ്രൈവറുടെ ഐ ലെവൽ വരെ എത്രയാണ്? 1.2 മീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ആ ഒബ്ജക്റ്റ് 0.15 എടുത്തതിന് പകരം ഇവിടെ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വെഹിക്കിൾ ആയിരിക്കും അല്ലേ? അപ്പൊ അതൊരു വെഹിക്കിൾ അല്ലേ? അപ്പൊ അവന്റെ ആ ഒരു ഡ്രൈവറിന്റെ ഹൈറ്റ് എത്ര വരും? 1.2 മീറ്റർ വരും. ഓക്കെ, അപ്പൊ ഈ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റ് 1.2 മീറ്ററിന് എടുത്തിട്ടാണ് IRC കാൽക്കുലേഷനിൽ പറയുന്നത്. ഓക്കെ, IRC ഗൈഡ് ലൈൻസ് അങ്ങനെയാണ്. അടുത്ത് നോക്കിയാൽ നമ്മളൊക്കെ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ ഓവർടേക്ക് ചെയ്യുന്ന വെഹിക്കിൾ ആരാണ്? നമ്മുടെ ഈ റെഡ് വെഹിക്കിൾ ആണ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾ ഏതാണ്? ഈ യെല്ലോ വെഹിക്കിൾ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് ഈ ബ്ലൂ കളർ വെഹിക്കിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഫോർമുലേഷനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഉണ്ടാക്കുന്നത്? ഓക്കെ, അപ്പം നമ്മൾ മുമ്പേ കാണിച്ച ഫിഗർ ഒരു എന്താണ്, ഒരു ഇതായിട്ട് ഒരു സൈഡ് വ്യൂ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് നോക്കിയേ, ഇതില് D1 എന്ന് പറഞ്ഞ എന്താണ്? നമ്മളിപ്പം വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെഹിക്കിൾ നമ്മുടെ ഈ കാർ കേട്ടോ. ഈ കാർ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവൻ ഇങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു സ്ലോ മൂവിംഗ് വെഹിക്കിളിനെ കണ്ടു. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യണം? അവൻ ഓവർടേക്ക് ചെയ്യണം തോന്നി. അപ്പൊ എന്ത് ചെയ്തു? അവനൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ ഫസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും D1. എന്താണ്? D1. ഇപ്പൊ D1 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓവർടേക്കിംഗ് വെഹിക്കിൾ A. അപ്പം അപ്പൊ ഓവർടേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് A1 തൊട്ട് A2 വരെ അവൻ ട്രാവൽ ചെയ്യും അല്ലേ? അപ്പൊ എന്താ? ഒരു റിയാക്ഷൻ ടൈം Tയില് A1 to A2 ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? D1. ഓക്കെ, അപ്പൊ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ് D1. ഇനി അടുത്ത് നോക്കിയേ, D2 എന്ന് പറഞ്ഞാൽ എന്താ? D2 എന്ന് പറയുമ്പോൾ ഇവന് ഓവർടേക്ക് ചെയ്യുക, ഇതുവഴി വന്ന് ഇവിടുന്ന് ഓവർടേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അതാണ് എന്ത്? D2. അതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് D2. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓവർടേക്കിംഗ് വെഹിക്കിൾ A ഫ്രം A2 to A3. ഇവിടെ തൊട്ട് എവിടം വരെ പോയി? A2 നിന്ന് A3 വരെ പോയി ഡ്യൂറിങ് ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് D3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? D3 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓൺകമിങ് വെഹിക്കിൾ. അതായത് നമ്മുടെ ഈ ലൈനിൽ കൂടെ നമ്മൾ പോകുന്നത്, ഈ അപ്പുറത്തെ ലൈനിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന വെഹിക്കിൾ, തിരിച്ചു വരുന്ന വെഹിക്കിൾ C, അത് എവിടം വരെ ട്രാവൽ ചെയ്യും? C1 തൊട്ട് C2 വരെ ട്രാവൽ ചെയ്യും. ഓക്കെ, അല്ലെ C2 തൊട്ട് C1 വരെ ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പം C1 ഇത് 1 ആണ്, C1 to C2. ഓക്കെ, C1 to C2 അവൻ ട്രാവൽ ചെയ്യും. ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? D3. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് D1 plus D2 plus D3 ആർക്ക് വിസിബിൾ ആയിരിക്കണം? നമ്മളുടെ ഡ്രൈവറിന് വിസിബിൾ ആയിരിക്കണം.
ഓക്കെ, അതാണ് എന്ത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്, D1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ D1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ വെഹിക്കിൾ എ എന്നുള്ള വെഹിക്കിൾ A1 to A2 ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെയും കറക്ഷൻ ഉണ്ട്, C1 to C2 ആണ്. അപ്പം D1 എന്ന് പറയുന്ന വെഹിക്കിൾ A1 എന്ന് പറയുന്ന വെഹിക്കിൾ എന്താണ്, ഈ സ്ഥലത്തു നിന്ന് ഈ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് D1. ഓക്കെ, അപ്പൊ എന്താ എ എന്ത് ചെയ്യും, നല്ല സ്പീഡിൽ വരുന്ന ഒരു വെഹിക്കിൾ ആയിരിക്കും. ഇവിടെ വന്നപ്പോൾ ഇവനെ കണ്ടത് അല്ലേ. അപ്പൊ എ എന്ത് ചെയ്യും, എയുടെ സ്പീഡ് കുറച്ച് ഇവനെ ഫോളോ ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അവന്റെ സ്പീഡ് ഏകദേശം ഈ വെഹിക്കിളിന്റെ സ്പീഡുമായിട്ട് മാറും, ഈ ബി എന്നുള്ള വെഹിക്കിളിന്റെ സ്പീഡുമായിട്ട് മാറും. ഓക്കെ, അപ്പം ആ സമയത്ത് അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്, D1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ D1 അല്ലെങ്കിൽ ആ D1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ടി അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും, 2 seconds ആയിരിക്കും. നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിലൊക്കെ എത്ര പറഞ്ഞത്, 2.5 ആ പറഞ്ഞല്ലേ. ഇവിടെ എത്രയാണ്, ടി എന്ന് പറഞ്ഞാൽ 2 seconds ആണ് റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ ഇൻ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ടി എത്രയാണ്, 2 seconds ആണ്. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയില്ല. OSD SSD തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, 2.5 2 ഉള്ളൂ. അപ്പോൾ OSD ചോദിച്ചു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2 seconds എടുക്കണം. അപ്പൊ VB എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ് ഓഫ് സ്ലോ മൂവ് വെഹിക്കിൾ ആയിരിക്കും അല്ലെ. ഇവന്റെ സ്പീഡിലോട്ട് അവൻ മാറുക. അപ്പൊ ഇവന്റെ സ്പീഡിൽ ഇവൻ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്, VB into T എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, VB into T എന്ന് എഴുതുമ്പോൾ നമുക്ക് VB മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ഇങ്ങനെ VB into T തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അതിനെ കിലോമീറ്റർ പെർ അവറിലാണ് VB നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ, കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ വേണ്ടി into 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഓക്കെ, അതാണ് ഈ 5/18 എന്നുള്ളതാണ് 0.278 എന്ന് പറഞ്ഞത്. അപ്പൊ 0.278 VB into T എന്ന് എഴുതണം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, D1 കിട്ടും. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിയേ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്, D2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ D2 എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഡിസ്റ്റൻസ് എന്താ, ഓവർടേക്കിംഗ്, അതായത് ഓവർടേക്കിംഗ് വെഹിക്കിൾ. അതാരാണ് ഓവർടേക്കിംഗ് വെഹിക്കിൾ, എ അല്ലെ. അവൻ എവിടെ തൊട്ട് എവിടം വരെ ട്രാവൽ ചെയ്യും, ഈ A2 എന്നുള്ള പൊസിഷൻ തൊട്ട് A3 എന്നുള്ള പൊസിഷൻ വരെ ട്രാവൽ ചെയ്ത് ഈ വെഹിക്കിളിന്റെ മുമ്പിൽ വന്ന് നിന്നു. ഓക്കെ, അപ്പൊ ആ ഓവർടേക്കിംഗ് ഓപ്പറേഷനിൽ അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്, D2. ഓക്കെ, അപ്പൊ D2 കാണണമെങ്കിൽ D1 കണ്ടത്ര എളുപ്പമല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IRC പറയുന്ന B+2S ആണെന്നാ പറയുന്നത്. അപ്പൊ B എന്ന് പറഞ്ഞാൽ എന്താ, ഈ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് B. ഓക്കെ, B+2S എന്ന് പറയുമ്പോൾ എത്ര, ഇവർ തമ്മിലുള്ള സ്പേസിങ്, പിന്നെ ഇവൻ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള സ്പേസിങ്, അതാണ് B+2S എന്ന് പറയുന്നത്. അപ്പൊ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ B എന്ന് പറഞ്ഞാൽ ഇവൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് VB ആ. അപ്പൊ VB into ഒരു T ആയിരിക്കും. ഓക്കെ, VB into T plus 2S എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ T, ഓക്കെ, ഈ T എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ, ടൈം ഫോർ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. എന്താണ്, ടൈം ഫോർ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. അത് കണ്ടുപിടിക്കുന്നത്, ഈ T കണ്ടുപിടിക്കുന്ന വ്യത്യാസമുണ്ട്. അതിന്റെ ഇക്വേഷൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 4S divided by A. എന്താണ്, 4S divided by A. 4 കോൺസ്റ്റന്റ് ആണ്, S എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ സ്പേസിങ്. 4S divided by A. A എന്ന് പറയുമ്പോൾ എന്താ, ആക്സിലറേഷൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആക്സിലറേഷൻ നമുക്ക് തരണം, പ്രോബ്ലത്തിൽ ആക്സിലറേഷൻ തന്നാലേ നമുക്ക് ഈ T കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, S എന്താണ്, സ്പേസിംഗ് ബിറ്റ്വീൻ വെഹിക്കിൾസ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ S കണ്ടുപിടിക്കാൻ വേണ്ടി IRC റെക്കമെൻഡ് 2 ഇക്വേഷൻസ് ഉണ്ട്. VB മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലും VB കിലോമീറ്റർ പെർ അവറിലാണെങ്കിലും 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ VB മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ തന്നെ 0.7 VB പ്ലസ് ലെങ്ത് എല്ലും, സോറി 0.7 VB പ്ലസ് എല്ലും, അടുത്ത എന്താണ്, അടുത്തത് VB കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ 0.2 VB പ്ലസ് എല്ലുമാണ്. ഓക്കെ, അപ്പൊ ഈ VB നമുക്കറിയാം, L അറിയത്തില്ല. L എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, ലെങ്ത് ഓഫ് വീൽ ബേസ്. ഓക്കെ, എന്താണ്, ലെങ്ത് ഓഫ് വീൽ ബേസ്. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് വീൽ ബേസ് എന്ന് പറയുന്നത് IRC പറയുന്ന അനുസരിച്ച് നമ്മൾ 6.1 മീറ്റർ ആണ് എടുക്കുന്നത്. എത്രയാണ്, 6.1 മീറ്റർ ആണ് എടുക്കുന്നത്. ഇൻ കേസ് അത് വ്യത്യാസമായിട്ട് തന്നു കഴിഞ്ഞാൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയുന്നില്ലെങ്കിൽ 6.1 മീറ്റേഴ്സ് എടുക്കുക. ഓക്കെ, അപ്പൊ D2 കണ്ടുപിടിക്കേണ്ട മനസ്സിലായല്ലോ. എങ്ങനെയാണ്, D2 എന്ന് പറയുന്നത് എന്തായിരുന്നു, B+2S ആയിരുന്നു. ഓക്കെ, B എന്ന് പറയുന്നത് എന്താ, VB into T ആണ്.
ഈ ടി എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 4s/a ആണ് പ്ലസ് 2s എന്നുണ്ട്. എസ് നമുക്ക് അറിയത്തില്ല. മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ 0.7 VB പ്ലസ് എൽ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ 0.2 VB പ്ലസ് എൽ ചെയ്യുക. എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ഫീൽഡ് ബേസ് ആണ്, അത് 6.1 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് D2 കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് നോക്കിയേ, നമുക്ക് VB തന്നിട്ടില്ല. VB എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ലോ മൂവിംഗ് വെഹിക്കിളിന്റെ വെലോസിറ്റി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഡിസൈൻ സ്പീഡ്, ഒരു റോഡിലെ ഡിസൈൻ സ്പീഡ് 100 km/h 80 km/h അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ VB നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? km/h നമ്മൾ ആ ഡിസൈൻ സ്പീഡ് V in km/h മൈനസ് 16 എടുത്താൽ മതി. ഓക്കെ, ഇൻ കേസ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലോ V മൈനസ് 4.5 എന്ന് എഴുതണം. ഓക്കെ, അതാണ് ഒരു നോട്ടായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇപ്പൊ ഇത്രയും മനസ്സിലായി. ഇനി D3 എന്ന് പറഞ്ഞാൽ എന്താ? ഈ C1 തൊട്ട് C2 വരെ നമ്മുടെ ഈ വരുന്ന വെഹിക്കിള് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എന്ത്? D3 എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവന്റെ വെലോസിറ്റി ഇൻറ്റു ടൈം. അവൻ ഡിസൈൻ സ്പീഡിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ V ഇൻറ്റു ടൈം ടി. ഓവർടേക്കിംഗ് ഓപ്പറേഷൻ നടക്കുമ്പം ഇവൻ ഇത്രയും ദൂരം പോകുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ ഓവർടേക്കിങ്ങിനുള്ള ടൈം എടുക്കുന്നത്. ഈ ടി എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 4s/a ആണ്. ഓക്കെ, ഇത്ര ഓർക്കാലോ. ഓക്കെ, ഇനി ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ എന്തൊക്കെയായി? D1 പ്ലസ് D2 പ്ലസ് D3 ആയി. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. VB ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലാവുമ്പോഴത്തേനും VB ഇൻറ്റു ടി പ്ലസ് VB ഇൻറ്റു ടി പ്ലസ് 2s പ്ലസ് VT കിലോമീറ്റർ പെർ അവറിലാവുമ്പോൾ. ഇനി മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലോ 0.278 VB ഇൻറ്റു ടി 0.278 VB ഇൻറ്റു ടി പ്ലസ് 2s 0.278 V ഇൻറ്റു ടി. ഓക്കെ, V മീറ്റർ പെർ സെക്കൻഡിലാവുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ. നമുക്ക് 2-വേ ട്രാഫിക് ആണെങ്കിൽ, ഓക്കെ, 2-വേ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലൈനിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് D1 പ്ലസ് D2 പ്ലസ് D3 തന്നെയാണ്. ഓക്കെ, ഇനി 1-വേ റോഡുകൾ ഉണ്ടല്ലേ, നമ്മൾ ചില റോഡുകൾ കണ്ടിട്ടുണ്ട്, അത് 1-വേ ആയിരിക്കും, നമുക്ക് അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്താ? ഡിവൈഡഡ് ഹൈവേകൾ. ഓക്കെ, ഇവിടെ ഡിവിഷൻ കൊടുത്തേക്കുക. ഓക്കെ, അപ്പൊ ഇതുവഴി പോകുന്ന വെഹിക്കിളിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവന് തൊട്ട് ഫ്രണ്ടിലുള്ളതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരുന്ന വെഹിക്കിളിന്റെ ആ ഡിസ്റ്റൻസ് അതിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണ്? 1-വേ ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഡിവൈഡഡ് ഹൈവേകളിലോ ആണെങ്കിൽ D1 ഉം D2 മാത്രമേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ, നമ്മുടെ D3നെ ആഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി അടുത്ത നോക്കി, മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ. ഓക്കെ, നമ്മളിപ്പോ റോഡില് ഒരു ഓവർടേക്കിംഗ് സോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാന്നിരിക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും ഒരു ഓവർടേക്കിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര മിനിമം ലെങ്ത് വേണം? 3 ടൈംസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് വേണം. ഓക്കെ, അപ്പൊ 3 ടൈംസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു. 1-വേ റോഡ് ആണെങ്കിലോ, 1-വേ റോഡിൽ ഓവർടേക്കിംഗ് സോൺ കൊടുക്കുകയാണെങ്കിൽ എത്ര സൈഡ് ഡിസ്റ്റൻസ് കൊടുക്കണം? 3 ഇൻറ്റു D1 പ്ലസ് D2 കൊടുക്കണം. ഇനി നമ്മൾ 2-വേ റോഡിലാണ് കൊടുക്കുന്നതെങ്കിലോ, 2-വേ റോഡിലാണ് കൊടുക്കുന്നതെങ്കിൽ 3 ഇൻറ്റു D1 പ്ലസ് D2 പ്ലസ്, അപ്പൊ ആരുടെ എഫക്റ്റ് കൂടെ വരും? D3യുടെ എഫക്റ്റ് കൂടെ വരും. ഓക്കെ, ഇനി അടുത്ത നോക്കി, ഒരു നോട്ട്. സാധാരണ നമ്മൾ ഡിസൈറബിൾ എന്താണ് മിനിമം ഓവർടേക്കിംഗ് സോണിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ വേണ്ടത് 3 ടൈംസ് OSD വേണമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്താ? ഡിസൈറബിൾ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത് എത്രയാണ്? 5 ടൈംസ് OSD ആണ്. ഓക്കെ, അപ്പം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയൊക്കെ തിയറിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് MCQ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.